മെഹുൽ ചോക്സിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ സുപ്രധാനമായൊരു നീക്കം ബെൽജിയത്തിന്റെ പരമോന്നത കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. ഭാരതത്തിലേക്ക് തന്നെ നാട് കടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് മെഹുൽ ചോക്സി നൽകിയ ഹർജി ഇപ്പോൾ ബെൽജിയം കോടതി തള്ളിയിരിക്കുന്നു എന്ന വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവരികയാണ്. ഭാരതത്തിൽ കൃത്യമായ രീതിയിൽ വിചാരണ നടക്കില്ലെന്നും ഇന്ത്യയിലെ ജയിലുകളിൽ സുരക്ഷിതത്വമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. ഐസൺ ജോസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഐസൺ, മെഹുൽ ചോക്സിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം ഭാരതത്തിൽ നിന്ന് കഴിഞ്ഞാൽ താൻ കുടുങ്ങും, പഴയ ഇന്ത്യയല്ല പുതിയ ഭാരതമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ വിജയ് മല്യ, മെഹുൽ ചോക്സി ഇങ്ങനെയുള്ള ഈ വില്ലന്മാരൊക്കെ നമ്മുടെ രാജ്യം വിട്ട് ബാക്കി സ്ഥലത്തേക്ക് പോയത്. എന്തായാലും ഇവരെയൊക്കെ ഘട്ടം ഘട്ടമായി തിരിച്ചു കൊണ്ടുവരുമെന്ന് മോദി സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ ഇതാ മെഹുൽ ചോക്സിക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ടി വരും എന്ന സാഹചര്യം ഒരുങ്ങുന്നു. ബെൽജിയം കോടതി ഇയാളുടെ ഹർജി തള്ളിയിരിക്കുകയാണല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കോടതി ഇയാളുടെ ആവശ്യം തള്ളിയിരിക്കുന്നത് ഐസൺ? ഗൗതം, ബെൽജിയത്തെ സെസേഷൻ കോർട്ട് എന്ന് പറയുന്ന, അതായത് ഭാരതത്തിൻ്റെ സുപ്രീം കോടതിക്ക് സമാനമായ പരമാധികാരമായ പരമോന്നത കോടതിയായ ഈ സംവിധാനത്തിൻ്റെ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിലൊരു തടസ്സ ഹർജിയാണ്. അതായത് ഒക്ടോബർ 17 ബെൽജിയം സുപ്രീം കോടതി, ഹൈക്കോടതിയൊക്കെ പോലെയുള്ള ബെൽജിയം സുപ്രീം കോടതി ഇക്കാര്യം നാട് കടത്തുന്നത് സംബന്ധിച്ച് അനുകൂലമായൊരു വിധി പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒക്ടോബർ 17 വന്ന വിധിക്കെതിരെയാണ് ഇയാൾ പരമോന്നത കോടതിയെ സമീപിച്ചത്. പരമോന്നത കോടതി എടുത്ത നിലപാടാണ് ഏറ്റവും നിർണായകമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ നിലപാടിൽ ഇയാളുടെ വാദങ്ങൾ, അതായത് മെഹുൽ ചോക്സിയുടെ വാദങ്ങൾ, നാട് കടത്തരുത് എന്ന വാദങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല, അതിന് ആധികാരികതയില്ല, അല്ലെങ്കിൽ അത് വിശ്വസിക്കാവുന്നതല്ല എന്ന കൃത്യമായ നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് അതൊരു തട്ടിക്കൊണ്ടുപോകലിന് സമാനമായ രീതിയായിരിക്കും. അതുപോലെ തന്നെ ഭാരതത്തിലെ വിചാരണാ സംവിധാനം സ്വതന്ത്രമല്ല, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രമല്ല, ജയിലുകളിലേക്ക് സാഹചര്യം ഏറെ ദയനീയമാണ് എന്നെല്ലാമുള്ള ചില വാദങ്ങളാണ് ഇയാൾ ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും മറ്റു വാദങ്ങളൊന്നും, അതായത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രഖ്യാപിക്കാൻ കോടതിയിൽ വാദങ്ങളൊന്നും ഉന്നയിക്കാൻ സാധിക്കാതിരിക്കുകയും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില വാദങ്ങൾ ഉന്നയിക്കുകയും താൻ ക്യാൻസർ രോഗിയാണ് എന്ന രീതിയിലൊക്കെയുള്ള ചില വാദങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉന്നയിച്ചത്. ഇതെല്ലാം തന്നെ ഒരു വ്യവസ്ഥാപിത വിചാരണയിൽ നിന്നും ഒഴിവാകുന്നതിനുള്ള കാരണങ്ങളല്ല എന്ന് സെസേഷൻ കോർട്ട് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ഈ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 ആവശ്യങ്ങളും, അതായത് ഭാരതത്തിൽ വിചാരണ ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് നാട് കടത്തുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകണമെന്ന ആവശ്യം അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചല്ല എന്നതുകൊണ്ട് തന്നെ തള്ളുകയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞതുപോലെ തഹാവൂർ റാണയെ ഒക്കെ നാട് കടത്തിയ ഒരു രീതിയിൽ കൃത്യമായും കോടതി നടപടികൾ പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കിയതിന് ശേഷം നയതന്ത്ര ഇടപെടലിലൂടെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ, അതായത് നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും എല്ലാം തന്നെ നടത്തി ഭാരതത്തിൽ നിന്ന് കടന്നു കളഞ്ഞവരെ തിരിച്ചു കൊണ്ടുവന്ന് കൃത്യമായ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി നീതി ഉറപ്പാക്കുന്ന ഒരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായുള്ള കടുത്ത നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ മെഹുൽ ചോക്സിയുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള അടിസ്ഥാനപരമായ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ബെൽജിയം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നയതന്ത്ര തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നത് മാത്രമാണുള്ളത്. ഭാരതത്തിൽ, അതായത് ബെൽജിയത്തിലെ പരമോന്നത കോടതി നിർദ്ദേശിച്ച അതേ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് നയതന്ത്ര തലത്തിൽ ഉറപ്പുവരുത്തുകയും മനുഷ്യാവകാശ ധാരണകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതിനു ശേഷം തീർച്ചയായും തഹാവൂർ റാണയെ നാടുകടത്തി ഭാരതത്തിലെത്തിച്ച് ഇപ്പോൾ വിചാരണ ആരംഭിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിന് സമാനമായ രീതിയിൽ ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിൽ മുഖ്യപ്രതിയായ മെഹുൽ ചോക്സിയെ ഭാരതത്തിലെത്തിക്കുമെന്ന് തന്നെയാണ് ഈ ഉത്തരവിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഗൗതം, ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഭാരതത്തിന് പുറത്തേക്ക് പോയി രക്ഷപ്പെടാൻ ശ്രമിച്ച എല്ലാ കുറ്റവാളികളെയും തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്ന് നരേന്ദ്രമോദി സർക്കാർ പലതവണ പ്രഖ്യാപിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ നീക്കങ്ങൾ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട്. അതിലിപ്പോൾ മറ്റൊരു വിജയം കൂടി രൂപപ്പെടുന്നു. നേരത്തെ ഐസൺ സൂചിപ്പിച്ചതുപോലെ തഹാവൂർ റാണയെ പോലെയുള്ള ഭീകര കേസുകളിൽ നമുക്കാവശ്യമുള്ള പ്രതികളാക്കപ്പെട്ടവർ, അവരെ കൃത്യമായി കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണ് ഈ മെഹുൽ ചോക്സിയെ പോലുള്ളവർ ഭാരതം വിട്ടു പോയിരിക്കുന്നത്. ഇപ്പോൾ ബെൽജിയം കോടതി ഇയാൾ ഭാരതത്തിലേക്ക് അയക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജി തള്ളിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് വൈകാതെ തന്നെ വിട്ടുകിട്ടും. ഇങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്ത് ഈ രാജ്യത്ത് നിന്ന് മുങ്ങിയ ഓരോ വില്ലന്മാരെയും തിരികെ കൊണ്ടുവരും എന്ന് മോദി സർക്കാർ പറഞ്ഞതാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഐസനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന്.